കേക്കിന്റെ ബോർഡ് വെച്ചിട്ട് ഒരു കുഞ്ഞു ഷെൽഫ് ഉണ്ടാക്കിയാലോ? അപ്പൊ അതിനായിട്ട് രണ്ട് സൈഡിലായിട്ട് 2 ഹോള് വീതം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കർ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റിക്കർ പേപ്പർ ഇല്ലെങ്കിൽ A4 ഷീറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കളർ ചെയ്യാം. ഭംഗിയുള്ള ബോർഡാണെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതാ നമ്മൾ ഓൾറെഡി ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടാവില്ല, അതൊന്നുകൂടി സെറ്റ് ആക്കി എടുക്കാനായിട്ട് ആ കത്രിക വെച്ചിട്ട് ആ ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ആ ഹോളും സെറ്റായി കിട്ടും. പിന്നെ ഇതിലേക്ക് സാറ്റിന്റെ റിബണാണ് കടത്തി കൊടുക്കുന്നത് കേട്ടോ. അതില്ലെങ്കിൽ ജൂട്ട് ത്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള എന്തെങ്കിലും ഒരു ചരട് എടുത്താലും മതി. എന്നിട്ട് ഉള്ളിലൂടെ എടുത്ത് അടിയിലൂടെ എടുത്ത് മുകളിലേക്ക് എടുത്ത് സൈഡ് ഇങ്ങനെ ഒരു കുഞ്ഞു നോട്ട് ഇട്ട് കൊടുക്കാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ആ നോട്ട് ഇട്ടത് രണ്ട് സൈഡും ഒരേ ലെവലായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നോട്ട് ഇടാനായിട്ട്. അപ്പൊ ഷെൽഫ് റെഡി ആയി കഴിഞ്ഞു. സൽഹ, കീർത്തന, മിന്നൂസ്, പൊന്നൂസ്, അപ്പു എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗിവ് അവേക്ക് വേണ്ടിയിട്ട് പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.